ഹലോ ഗായ്സ്, ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഒരു സന്തോഷ വാർത്തയായിട്ടാണ്. എന്റെ ചാനൽ 50K അടിച്ചിരിക്കുകയാണ് ഗായ്സ്. ഈ സന്തോഷം എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് എനിക്ക് അറിയത്തില്ല ഗായ്സ്. ലവ് യു സോ മച്ച് ഫോർ സബ്സ്ക്രൈബിങ് ആൻഡ് സപ്പോർട്ടിങ് മീ. എന്റെ പ്രാങ്ക് വീഡിയോസ് നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടമായെന്ന് എനിക്കറിയാം. കൂടുതൽ വീഡിയോസ് ആയിട്ട് ഞാൻ ഉടൻ വരുന്നതായിരിക്കും. നമുക്ക് ഉടനെ 100K അടിക്കാനുള്ളതാണ്. സിൽവർ പ്ലേ ബട്ടനാണ് നമ്മുടെ ലക്ഷ്യം ഗായ്സ്. പ്രാങ്ക് വീഡിയോ സ്വാഗതം. ഇന്ന് നമ്മൾ പ്രാങ്ക് ചെയ്യാൻ പോകുന്നത് ഇവരെ വെച്ചിട്ടാണ്. നേരെ വീഡിയോയിലോട്ട് പോകും. ഹലോ ഗായ്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോ ഇഷ്ടമായെന്ന് എനിക്കറിയാം. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ. എന്താ ബ്രോ, പുതിയ വീഡിയോ ആണോ? ഓക്കെ, അടിപൊളിയാക്ക്. ഇവന്മാർക്കൊന്നും വേറെ പണിയില്ല, വെറുതെ. What happened? What's the thing? Just tell me. What happened? What's the thing? We have to talk it out, right? What's the matter? Come on, Pratiksha. Just tell me what happened. உனக்கு தெரியல அஜுவா எனக்கு எவ்வளவு பிடிக்கும்னு சொல்லி இன்னைக்கு என் பர்த்டேன்னு தெரிஞ்சோம் எல்லாத்துக்கும் முன்னாடியும் என்கிட்ட ப்ரப்போஸ் பண்ணா. ஆனா கடைசியில பிராங்க்னு சொல்லி மனசை கஷ்டப்படுத்திட்டு. അതപ്പം എങ്ങനെ വന്നെങ്ങനെയാടാ ശരിയാവണത്? അവന് നോക്കിയേ. എടാ, നാളത്തെ എക്സാമിന് എനിക്ക് പഠിക്കാനൊന്നുമില്ലേ? പഠിക്കുന്നതൊക്കെ എന്തിനാടാ, എങ്ങനെയും പാസ്സാവും. എനിക്കിപ്പം കുറച്ച് പണിയുണ്ട്, നിങ്ങൾ പഠിച്ചോ, എനിക്ക് വയ്യ. രാജു, നീ എന്താടാ ജൂനിയർ പെണ്ണിൻ്റെ അടുത്ത് കാണിച്ച്? നീ അവളെ എങ്ങനെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഇൻസൾട്ട് ചെയ്യണ്ടായിരുന്നു? പോടാ, അതൊക്കെ ജസ്റ്റ് കണ്ടന്റ് ആയിട്ട് കാണണം. അല്ലാതെ ഞാൻ എന്തിനാണ് അവളെ ഇൻസൾട്ട് ചെയ്യുന്നത്? അവളെ എനിക്ക് അറിയത്തുപോലും ഇല്ല. അതൊക്കെ ശരിയാ, പക്ഷേ ഇന്ന് അവളുടെ ബർത്ത്ഡേ ആയിരുന്നു. എന്തായാലും നീ ചെയ്തത് മോശമായിപ്പോയി. അതൊക്കെ എനിക്കറിയാവോ, ഇതൊക്കെ ഒരു ഫണ്ണല്ലേ, അങ്ങനെ കണ്ടാ പോരെ. എന്ത് പറയാനാടാ? ഹലോ അച്ഛാ. എന്താ മോനെ ചെയ്യുന്നത്? എൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുവായിരുന്നു. നിനക്ക് നാളെ പരീക്ഷയല്ലേ, എന്തെങ്കിലും ഇരുന്ന് പഠിച്ചൂടെ? ഇത് കഴിഞ്ഞിട്ട് നോക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ തന്നെ കുറേ സപ്ലൈ ഇല്ലേ, എങ്ങനെയെങ്കിലും പഠിച്ച് പാസ്സാവാൻ നോക്ക്. ഇത് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് കിടക്കാമെന്ന് വിചാരിച്ചാ. ഇപ്പം കുറച്ച് തിരക്കില്ല, ഞാൻ പിന്നെ വിളിക്കാം. നോക്കിയേ ബ്രോ, ബിഗ് ഫാൻ ബ്രോ. ചേട്ടാ, ചേട്ടൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ട്, ഒരു സെൽഫി എടുത്തോട്ടെ? ഇപ്പം കുറച്ച് തിരക്കില്ല, ഒന്ന് പോയടാ. വാ. എന്ത് ചാടാടാ?
എടാ എന്താടാ? എന്റെ അക്കൗണ്ട് ഹാക്ക് ആയതാണോ തോന്നുന്നത്. എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. നിന്റെ ചാനലാണോ? അതെ. അതൊന്നും കുഴപ്പമില്ലടാ, കേസ് കൊടുത്താ കിട്ടും. ഹലോ അച്ഛാ, പറയുമോനെ, എൻ്റെ യൂട്യൂബ് അക്കൗണ്ട് പോയി. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുക. എന്നിട്ട് പിന്നെ വിളിക്കാം. ഈ സമാധാനം ഇരിക്കുക. എന്താ എനിക്ക് മാത്രം ഇങ്ങനെ? ഞാൻ ചെയ്തത് തെറ്റായിരുന്നു. എല്ലാവരോടും ഞാൻ ചെയ്തതിൻ്റെ മതിയായി എനിക്കല്ല. വത്സ, നിന്റെ തെറ്റുകൾ നീ തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ പ്രായശ്ചിത്തത്തിനുള്ള വാതിൽ നിന്റെ മുന്നിൽ തുറക്കും. നീ നിന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ നിർവഹിക്കുന്നതിൽ മാത്രം കേന്ദ്രീകരിക്കുക. അവയുടെ ഫലത്തെക്കുറിച്ച് ഓർത്ത് വ്യാകുലനാകേണ്ടതില്ല. യുദ്ധഭൂമിയിലെ പോരാളിയെ പോലെ കർമ്മഫലത്തെക്കുറിച്ച് ചിന്തിക്കാതെ നീ നിന്റെ ധർമ്മം അനുശാസിക്കുക. നിന്നെ നേർവഴി കാണിക്കുക എന്നതാണ് എൻ്റെ ദൗത്യം. പ്രതീക്ഷ, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. പോതും അജു, വേണം വിക്രം. നിനക്ക് ഇത്ര വിഷമമാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഐ എം റിയലി സോറി. പോതും അജു, വിക്രം, ഐ എം ഫൈൻ. ഐ എം റിയലി സോറി. ഞാൻ നിനക്ക് ഇത്ര വിഷമമെന്ന് വിചാരിച്ചതേ ഇല്ല. ഞാൻ ആ സമയത്ത് എന്നെക്കുറിച്ചും എൻ്റെ ചാനലിനെക്കുറിച്ചും മാത്രമേ ആലോചിച്ചുള്ളൂ. ஓகே அஜு, எனக்கு புரியுது. இப்போ ஐம் ஃபைன் விக்ரம். நான் கிளம்புறேன்.